ദുബായ് പോലീസും റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ചേർന്ന് നടത്തിയ ബൃഹത് പദ്ധതികളാണ് നഗരത്തിലെ വാഹനാപകടവും മരണനിരക്കും കുറയ്ക്കാൻ സഹായിച്ചത്. പോലീസും RTA ചേർന്ന് നഗരത്തിലെ റോഡ് സുരക്ഷാ പദ്ധതികൾ കഴിഞ്ഞ ദിവസം വിലയിരുത്തി. സുരക്ഷാ രംഗത്തുണ്ടായ കുതിച്ചുചാട്ടം സന്തോഷകരമാണെന്ന് യോഗം വിലയിരുത്തി. RTA ചെയർമാൻ മതാർ അൽ താഹിർ, ദുബായ് പോലീസ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ അൽമാരി എന്നിവരുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 2017 23 ഇടയിൽ വാഹനാപകടം മൂലമുണ്ടായ മരണനിരക്ക് 93% കുറയ്ക്കാനായെന്ന് യോഗം വിലയിരുത്തി. 100,000 ആളുകൾക്ക് 2 വാഹനാപകട മരണം എന്ന നിരക്കിലേക്ക് അപകട നിരക്ക് കുറച്ചുകൊണ്ടുവരാനാണ് ദുബായ് ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ ഇത് 1.6 എന്ന നിരക്കിലേക്ക് കുറച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞു. കാൽനട യാത്രക്കാർക്കായി 32 മേൽപ്പാലങ്ങൾ നിർമ്മിച്ചത് റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിച്ചു. അപകടങ്ങൾ കൂടുതലുണ്ടാകുന്ന 29 സ്ഥലങ്ങൾ കണ്ടെത്തി പോലീസിന്റെ സഹായത്തോടെ തുടർ നടപടികൾ സ്വീകരിച്ചു. ദുബായ് മെട്രോ ബ്ലൂ ലൈനിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ചർച്ചാ വിഷയമായി. റെഡ് ലൈനിലെ സെന്റർ പോയിന്റിനെയും ഗ്രീൻ ലൈനിലെ അൽക്കൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിധത്തിൽ 30 കിലോമീറ്റർ നീളത്തിലാണ് ബ്ലൂ ലൈൻ നിർമ്മിക്കുക. മാതൃഭൂമി ന്യൂസ്, ദുബായ്.